കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുകയാണെന്ന് ആരോപിച്ച് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ RS പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം കാണിക്കുന്ന കടുത്ത അവഗണനയെ അതിജീവിച്ചുകൊണ്ട് കേരളം അതിവേഗം മുന്നോട്ട് പോവുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഒരേയൊരു സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണെന്നും കേരളം കൈവരിച്ചതുപോലെയുള്ള നേട്ടങ്ങൾ മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നമുക്ക് തരേണ്ടുന്ന കൃത്യമായിട്ടുള്ള അധികാര അവകാശത്തിൽപ്പെട്ട ഇവിടെ പറഞ്ഞില്ലേ, ഭരണഘടനാപരമായിട്ട് തരേണ്ടുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ഒന്നും നമുക്ക് തരുന്നില്ല. അങ്ങനെ തരാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് കേരളം മുന്നോട്ടേക്ക് പോവുക? അതിന് കൃത്യമായ മറുപടി നമുക്കുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി കേരളം നേടണം. രണ്ടാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അതാ നമ്മൾ ശ്രമിച്ചത്. ഒന്നാം ഗവൺമെൻറ് വന്നപ്പോൾ തരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ത്യയിലെ ഒരേ ഒരു ബദൽ ഗവൺമെൻറ്റാണ്, ഒരേ ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് BJP കൂടിയാണ്. BJP തീർച്ചയായിട്ടും നമുക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും തരില്ല, നമുക്ക് കിട്ടേണ്ടത് തരില്ല. അവർ ഈ കേരളത്തിൻ്റെ ഭാഗമാണോ ഇന്ത്യ? ഇന്ത്യയും കേരളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ഒരു കാര്യം ഉന്നയിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളീയരെ ഒന്നിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു സ്ലോഗനായിട്ട് ഇത് മാറിയിരിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നമുക്കറിയാലോ, അതിന് കുറേ കാലത്തെ ഒരു സ്ഥിരതയുള്ള തുടർച്ചയുണ്ട്. കേരളം എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും എന്തുകൊണ്ട് കേരളം പോലെ ആവുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേന്ദ്രമന്ത്രിയെ പറ്റി പറഞ്ഞില്ല, അവരെല്ലാം പഠിക്കേണ്ട കാര്യം അതാണ്. എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഈ കേരളത്തെ പോലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി മാതൃകാപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞ ഈ കൽപ്പ്, ഈ ശക്തി, ഈ പ്രത്യേകത എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിലില്ല? KK ജയപ്രകാശ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ കക്ഷി നേതാക്കളായ MV ജയരാജൻ, CP സന്തോഷ് കുമാർ, രതീഷ് ചുരക്കൽ, PK രവീന്ദ്രൻ, K മനോജ്, അസ്ലം പിലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.